ഹൈക്കോടതിയിൽ ജാമ്യം തേടിയിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസ് പ്രതി കെ എൻ ആനന്ദകുമാർ എന്ന വാർത്ത വന്നത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടിയത്. ഹൃദ്രോഗബാധിതനെന്നും മോശം ആരോഗ്യാവസ്ഥയിലാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഏത് തരത്തിലേക്കാണ് ആനന്ദകുമാർ പാതിവില തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയത് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത്. മോശം ആരോഗ്യസ്ഥിതി എന്നതാണ് മുഖ്യമായും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജാമ്യ ഹർജിയിൽ. നിലവിൽ അനുജ ഹൈക്കോടതിയിൽ ഇയാൾ ജാമ്യം തേടി എത്തിയിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടിയത്. ഹൃദ്രോഗബാധിതനാണെന്നും മോശം ആരോഗ്യാവസ്ഥയാണെന്നും ഈ കെ എൻ ആനന്ദകുമാർ പറയുന്നുണ്ട്. നേരത്തെ അയാൾ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ആശുപത്രിയിൽ തന്നെയായിരുന്നു. അതിന്റെ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ മുഴുവൻ അയാൾക്ക് കൈവശമുണ്ട്. അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ജാമ്യം തരപ്പെടുത്തുകയാണ് ഇയാളുടെ ലക്ഷ്യം. പക്ഷേ ഈ പാതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കവേ ഇദ്ദേഹത്തെ കൃത്യമായി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ജാമ്യം കോടതി അനുവദിക്കുമോ, അതിൽ പ്രോസിക്യൂഷൻ പോലീസ് എടുക്കാൻ പോകുന്ന നിലപാടെന്ത് തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ആ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ജാമ്യം തേടിയിരിക്കുന്നു ആനന്ദകുമാർ. ഹൈക്കോടതിയിൽ തന്റെ മോശം ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടിയ വിവരങ്ങൾ അതൊക്കെയാണ് അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.